ചാപ്റ്റർ 1 to 5 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ചാപ്റ്റർ 1 പറയുന്നത് എന്താണ്? അറ്റ് ഫസ്റ്റ്, സബ്ജക്റ്റ് ഓഫ് എൻക്വയറി. അരിസ്റ്റോട്ടിൽ എക്സ്പ്ലോറേഷൻ ഓഫ് പോയട്രി ഫോക്കസ് ഓൺ ദ നേച്ചർ, സ്ട്രക്ചർ ആൻഡ് ദ ടൈപ്സ് ഓഫ് പോയട്രി ദാറ്റ് എക്സിസ്റ്റ്. ഹി എയിംസ് to examine how poetry represent life, human actions and emotions, and identifies the essential qualities of that distinguish different kinds of poetry, such as epic poetry, tragedy, comedy and others. അല്ലേ? നിങ്ങൾ പറഞ്ഞ ആദ്യം എന്താ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് എന്തായിരിക്കണം പോയട്രി അല്ലേ? എന്തായിരിക്കണം പോയട്രി? ആൻഡ് ഹി ഡിഫൈൻസ് അബൌട്ട് പോയട്രി ആൻഡ് ഹി ഡിഫറൻഷിയേറ്റ് വേരിയസ് പോയട്രി അല്ലേ? ട്രാജഡി, കോമഡി, എപ്പിക് പോയട്രി, ദെൻ ഡിത്രാംസ്, ദെൻ ഫ്ലൂട്ട്, ദെൻ ലയർ മ്യൂസിക്, ഇതൊക്കെ പറയുന്നുണ്ട് ഇയാൾ. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നത് എന്താണ്? ഫോംസ് ഓഫ് ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമേസിസ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ക്ലാസ്സിന് കറക്റ്റ് ഓർമ്മ. വാട്ട് ഇസ് ഇമിറ്റേഷൻ, വാട്ട് ഇസ് മിമേസിസ്? പറയ് എന്താ? സ്മിത പറഞ്ഞേ എന്താ ഇമിറ്റേഷൻ? വാട്ട് ഇസ് ഇമിറ്റേഷൻ? Imitation is a representation of men in action. Tragedy. Experiences. Representation of reality. Reality, emotions, experience, life actions, all aspects of life ഇതൊക്കെയാണ് എന്ത് ഇമിറ്റേഷൻ വിളിക്കുന്നത് അല്ലേ? റാദർ ദാൻ കോപ്പിയിങ് ഓർ അങ്ങനെ പറയാം അല്ലേ? നമ്മൾ മിമിക്രിങ് അതിനേക്കാളും അതല്ല ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അരിസ്റ്റോട്ടിൽ. സോ അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് പോയട്രി ആസ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ ഓർ മിമേസിസ്. എക്സ്പ്ലെയിൻസ് ഇമിറ്റേഷൻ ഡസൻറ്റ് മീൻ കോപ്പിയിങ് റിയാലിറ്റി ബട്ട് റാദർ റെപ്രസെൻറ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ആക്ഷൻസ്, ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ? റാദർ ദാൻ കോപ്പിയിങ് റിയാലിറ്റി. അത് റിയാലിറ്റിയുള്ള സാധനം നേരിട്ട് കോപ്പി ചെയ്തതിനേക്കാളും നല്ല എന്താണ്? വി ഷുഡ് ഓൾവേസ് റെപ്രസെൻറ്റിംഗ് ദ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ആക്ഷൻസ്, ഇമോഷൻ, എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ എന്ത് പറയുന്നുണ്ട്? ഹി ഡിസ്കസസ് ദ വേരിയസ് ഫോംസ് ഓഫ് പോയട്രി അല്ലേ? ഹി ഐഡൻറ്റിഫൈ സെവറൽ ഫോംസ് ഓഫ് ഇമിറ്റേഷൻ ഇൻക്ലൂഡിങ് എപ്പിക് പോയട്രി, ട്രാജഡി, കോമഡി, ഡിത്രാമ്പിക് പോയട്രി, മ്യൂസിക്. ഇതാണ് പറയുന്ന ആ 4-5 പോയട്രിക്കൽ ഫോംസ്. എപ്പിക് പോയട്രി എങ്ങനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ലോങ് നെറേറ്റീവ് ലൈക്ക് ദ ഇലിയഡ് ദാറ്റ് ഇമിറ്റേറ്റ്സ് ഗ്രാൻഡ് ആക്ഷൻസ് ആൻഡ് ഹീറോയിക് ഡീഡ്സ്. ഓക്കെ, ഇലിയഡിൽ നമ്മൾ എപ്പിക് പോയട്രി എന്താണ്? ലോങ് നെറേറ്റീവ്സ് ലൈക്ക് ദ ഇലിയഡ് ദാറ്റ് ഇമിറ്റേറ്റ് ഗ്രാൻഡ് ആക്ഷൻസ് ആൻഡ് ഹീറോയിക് ഡീഡ്സ്. ഗ്രാൻഡ് ആക്ഷൻസും ആൻഡ് ഹീറോയിക് ഡീഡ്സും നമ്മളെന്ത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഇൻ എപ്പിക് പോയട്രി അല്ലേ? ദെൻ വെൻ ഇറ്റ് കംസ് ടു ട്രാജഡി, ഡ്രാമാസ് ദാറ്റ് ഇമിറ്റേറ്റ് സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ് ഓഫൻ ലീഡിങ് ടു ഡൗൺഫോൾ സച്ച് ആസ് ഈഡിപ്പസ് റെക്സ്. ട്രാജഡി ഇതെന്താണ്? സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻസ് നമ്മളിവിടെ ഇമിറ്റേറ്റ് ചെയ്യുക ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ട്രാജിക് ഡൗൺഫോൾ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ദി മെയിൻ ഹീറോ അല്ലേ? ലൈക്ക് ഈഡിപ്പസ് റെക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രണവ് പറയുന്നില്ല, ഓടി പറഞ്ഞ സാധനമാണ് കേട്ടോ. then മൂന്നാമത്തത് കോമഡി ആണെങ്കിലോ, ഡ്രാമാസ് ദാറ്റ് ഇമിറ്റേറ്റ് റിഡീക്കുലസ് ഹ്യൂമൻ ബിഹേവിയേഴ്സ് ഫോർ കോമഡിക് എഫക്റ്റ് ലൈക്ക് അരിസ്റ്റോഫനീസ് ക്ലൗഡ്സ്. ഈ ക്ലൗഡ്സ് ഒക്കെ പറഞ്ഞ എക്സാമ്പിൾ ആട്ടോ, മറന്നുകൊണ്ടേ. അരിസ്റ്റോഫനീസ് ക്ലൗഡ്സും എസ്കുലസിൻ്റെ നമ്മുടെ യൂറിപ്പിഡസ്, ഹോമറുടെ ഈഡിപ്പസും ഒക്കെ അത് പറയുന്ന എക്സാമ്പിൾസാണ്, മറന്നു പോയത് കേട്ടോ. ദെൻ ഡിത്രാമ്പിക് പോയട്രി, കോറൽ പോയംസ് വിത്ത് ലിറിക്കൽ ആൻഡ് ഓഫൺ റിലീജിയസ് ടോൺ. നെക്സ്റ്റ് വൺ മ്യൂസിക് ആണെങ്കിലോ, ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ദ ഫ്ലൂട്ട് ആൻഡ് ലയർ വിച്ച് ഇമിറ്റേറ്റ് ഇമോഷൻസ് ത്രൂ റിതം ആൻഡ് ഹാർമണി. അപ്പോൾ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതൊക്കെ അതിൽ ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. ഞാൻ അടുത്ത ഓരോ സെഷനിലും നിങ്ങൾക്ക് കറക്റ്റ് കാണാനും പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗോയിങ് ടു ഡിവൈഡ്, ഹി വാസ് ഡിസ്കസ് 3 ആസ്പെക്ട്സ് ഓഫ് ഇമിറ്റേഷൻ അല്ലേ? ഇമിറ്റേഷൻ്റെ 3 ആസ്പെക്റ്റുകളെ കുറിച്ച് പറയുന്നത് ആര്? അരിസ്റ്റോട്ടിൽ. ഒബ്ജക്റ്റ്, മാനർ, മീഡിയം. മറന്നു പോയിട്ടോ, ഒബ്ജക്റ്റ്, മാനർ, മീഡിയം. ഇൻ ദീസ് 3 ആസ്പെക്ട്സ് ഇറ്റ് ഡിഫേഴ്സ്. എന്തൊക്കെയാണ് ഡിഫേഴ്സ്? ഒബ്ജക്റ്റ്, വാട്ട്സ് ഒബ്ജക്റ്റ്? എന്താ വാട്ട്സ് ഒബ്ജക്റ്റ്? എന്താ ഒബ്ജക്റ്റ്? എന്താ? What is being imitated? വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്? എന്താണ് ഇമിറ്റേറ്റ് ചെയ്യപ്പെടേണ്ടത്? ഇൻ കോമഡി, ഇൻ ട്രാജഡി, വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്? പറയും, നിങ്ങൾ പറയും. എപ്പോഴും പഠിക്കുന്നതായത് നിങ്ങളല്ലേ? Noble and serious. നോബിൾ ആൻഡ് സീരിയസ് ആക്ഷൻസ് ഓർ മോർ ഡയലമാസ് ഹീറോയ്ക്ക് ഇവൻസ് അല്ലേ? അതായത് എപ്പോഴും ട്രാജഡി ഇമിറ്റേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്താണ്? സീരിയസ് ആൻഡ് നോബിൾ ആക്ഷൻ. വെൻ ഇറ്റ് കംസ് ടു കോമഡി, വാട്ട് ബീങ് ഇമിറ്റേറ്റഡ്? based on foolish actions, often exaggerated, ridiculous or foolishness, actions or flaws of human behavior, right? Next one, musical ആണെങ്കിലോ, imitates emotions, joy, sadness or something. Okay, so object means what is being imitated, that's the meaning of object. Next one, manner. അടുത്ത മാനർ ആണെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ആസ്പെക്ട് വാട്ട്സ് മാനർ ട്രാജഡി ആൻഡ് കോമഡി യൂസ് ലൈവ് പെർഫോമൻസസ് വിത്ത് ഡയലോഗ്സ് മ്യൂസിക് ആൻഡ് ആക്ഷൻ. വാട്ട്സ് മീൻ മാനർ? മാനർ എന്താ? How is the imitation present? ഹൗ ദ ഇമിറ്റേഷൻ പ്രസൻറ്റഡ് അല്ലേ, എങ്ങനെയാണ് ഇമിറ്റേഷൻ പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത്, ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് മാനർ അല്ലേ. എങ്ങനെ ഇമിറ്റേഷൻ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ട്രാജഡി ആൻഡ് കോമഡി യൂസ് ദ ലൈവ് പെർഫോമൻസസ് വിത്ത് ഡയലോഗ്സ് മ്യൂസിക് ആൻഡ് ആക്ഷൻ അല്ലേ. എങ്ങനെയാണ് നമ്മൾ ട്രാജഡി പ്രസൻറ്റ് ചെയ്യുന്നത്? നമ്മൾ വിത്ത് ലൈവ് ഡയലോഗ്സ് മ്യൂസിക് ആൻഡ് ആക്ഷൻസ്. നെക്സ്റ്റ് വൺ എപ്പിക് പോയട്രി ടെൽ സ്റ്റോറീസ് ത്രൂ നരേറ്റീവ്. അതെന്താ സ്റ്റോറി ടെല്ലിംഗ് പോലെ നരേറ്റീവ് പോലെ നമ്മൾ പറഞ്ഞത് എപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മ്യൂസിക് കൺവേസ് ഇമോഷൻ ത്രൂ ഇൻസ്ട്രുമെൻറ്റ്സ് വൈൽ ഡാൻസ് മൂവ്സ് uses movements to imitate character and emotion. The next one medium. What's the medium? Medium എന്ന് പറയുമ്പോൾ What tools are used to the create tools are used to imitate അല്ലേ. എന്താ ടൂൾസ്? ട്രാജഡി ആൻഡ് കോമഡി ബ്ലെൻഡ് സ്പീച്ച് മ്യൂസിക് ആൻഡ് റിതം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് മറന്നു പോയി കേട്ടോ. ട്രാജഡി ആൻഡ് കോമഡി ബ്ലെൻഡ് സ്പീച്ച് മ്യൂസിക് ആൻഡ് റിതം. നെക്സ്റ്റ് വൺ എപ്പിക് പോയട്രി ആണെങ്കിലോ ഈസ് മെയിൻലി ഇൻ ലാംഗ്വേജ് ആൻഡ് വേഴ്സ്. മ്യൂസിക് ആണെങ്കിൽ പ്രൈമർലി യൂസ് റിതം ആൻഡ് ഹാർമണി ടു കൺവേ ഇമോഷൻസ്. കോമഡി ഇതുപോലെ തന്നെ കേട്ടോ. കോമഡിയിൽ ഹാർമണി മാത്രമല്ല, ബാക്കിയെല്ലാം കോമഡിയിലും വരുന്നുണ്ട്. Then next one he says again mediums of imitation. Aristotle emphasized that art forms use rhythm, language and harmony as medium of imitation. ഇതിൽ ഓരോ സംഭവങ്ങളും ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട് അടുത്തത്. എപ്പിക് പോയട്രി റിലൈസ് ഹെവിലി ഓൺ ലാംഗ്വേജ്. എപ്പിക് പോയട്രി ഇതിലാണ് റിലൈസ് ചെയ്തിരിക്കുന്നത്. ഹെവിലി മീൻസ് ഡസൻറ്റ് മീൻ ദാറ്റ് എപ്പിക് പോയട്രി എപ്പിക് പോയട്രി ഇത് ബാക്കി യൂസ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷേ എപ്പിക് പോയട്രി ഹെവിലി റിലൈസ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? ഓൺലി ലാംഗ്വേജിൽ മാത്രമാണ് കേട്ടോ. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. നെക്സ്റ്റ് വൺ ട്രാജഡി എന്താണ്? എല്ലാം യൂസ് ചെയ്യുന്നില്ല. മിക്സസ് ഓഫ് ലാംഗ്വേജിൻ്റെ റിതം ആൻഡ് ഹാർമണി ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രാജഡി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വെൻ ഇറ്റ് കംസ് ടു കോമഡി ഓഫൻ ഫോക്കസസ് ഓൺ ലാംഗ്വേജ് ആൻഡ് റിതം. കോമഡി ഫോക്കസ് എന്താണ്? ലാംഗ്വേജും റിതവും മാത്രമേ കോമഡി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇൻ ദ അതർ കേസ് വാട്ട് അബൌട്ട് ട്രാജഡി? ട്രാജഡി എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, റിതം യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഹാർമണി യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ കോമഡി ഹാർമണി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഡിത്രാമിക് പോയട്രി ഇൻറ്റഗ്രേറ്റ്സ് റിതം ട്യൂൺ ആൻഡ് മീറ്റർ. ഇവിടെ എന്ത് ഡിത്രാമിക് പോയട്രി എന്ത് ലാംഗ്വേജും ആക്ഷനും വരുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി റിതം ട്യൂൺ ആൻഡ് മീറ്റർ. ദെൻ music relies on rhythm and harmony to evoke emotions. Then flute and lyre also, these instruments imitate emotions through harmony, placing sounds and rhythm, timing and structure. പിന്നെ അടുത്തത് ലാംഗ്വേജ് ആൻഡ് വേഴ്സ് അല്ലേ. അരിസ്റ്റോട്ടിൽ ഓൾസോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് വേഴ്സ് ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. പ്രോസും വേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. പ്രോസ് ഫോക്കസ് ഓൺ സ്റ്റോറി ടെല്ലിംഗ് വിത്തൗട്ട് മീറ്റർ ഓർ റിതം. പ്രോസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? പഠിച്ചത് പ്രോസ് എന്താ നമ്മൾ പ്രോസും വേഴ്സും നമ്മൾ മാറ്റം എന്താ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് വേഴ്സ്? അതെ. വേഴ്സ് ആണെങ്കിലോ പോയട്രി പോലെ അല്ലേ. സോ ദാറ്റ് ഇസ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസ് ആൻഡ് വേഴ്സ് അല്ലേ. പ്രോസ് ഫോക്കസ് ഓൺ സ്റ്റോറി ടെല്ലിംഗ് വിത്തൗട്ട് മീറ്റർ ഓർ റിതം. ഇതിന് മീറ്റർ റിതം വേണം ആവശ്യമുണ്ടോ? നമുക്ക് സ്പീച്ചിനും നോവൽസിനൊക്കെ ഡു വി നീഡ് മീറ്റർ ഓർ റിതം? വേണോ? No. But in the case of verse adds meter and rhythm to create a moral, formal and artistic effect. മറന്നു പോയത് കേട്ടോ. പിന്നെ പറയും he also criticizes mislabeling poets based on solely on their use of meter. അടുത്ത് പറയുന്നുണ്ട് എന്ത്? ഒരു പോയിറ്റിനെ ഒരു പോയറ്റിക്കൽ സംഭവം എന്ന് ഒരാളെ എഴുതി ഒരു മീറ്ററോ അല്ലെങ്കിൽ റിതം ഉപയോഗിച്ച് എഴുതി. വി കാൺ കോൾ ആസ് എ പോയട്രി അല്ലേ. ഒരിക്കലും ഒന്നും നമ്മൾ വിളിക്കാൻ പറ്റില്ല. പോയട്രി വിളിക്കാൻ പറ്റില്ല. വൈ? എന്താ വിളിക്കാൻ പറ്റാത്തത്? റീസൺ പറയണ്ട അരിസ്റ്റോട്ടിൽ തൊട്ടപ്പുറത്തെ ലൈനിൽ. എന്താടോ? doesn't imitate noble actions. Doesn't imitate noble actions or something അല്ലേ. അവിടെ ഇമിറ്റേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദി മീറ്റർ. അതാണ് പറഞ്ഞത് കേട്ടോ. ദെൻ ടൈപ്സ് ഓഫ് പോയട്രി യൂസിങ് റിതം ടു ആൻഡ് മീറ്റർ പറയുന്നുണ്ട്. ഡിത്രാമിക് ആൻഡ് നോമിക് പോയട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാജഡി ആൻഡ് കോമഡിയും ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ objects of imitation, men in action. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ബീങ് ഇമിറ്റേറ്റഡ്, ദാറ്റ്സ് മീനിങ് ഓഫ് ഒബ്ജക്റ്റ് ഓഫ് ഇമിറ്റേഷൻ. സോ ആക്ഷൻസ് ഓഫ് മെൻ, ഹൗ ദ ആക്ഷൻസ് ഓഫ് മെൻ ആർ ബീങ് ഇമിറ്റേറ്റഡ്. 3 സംഭവങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഏതൊക്കെയാ? എലവേറ്റഡ്, ഡീബേസ്ഡ്, റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ. What is elevated depiction? What is elevated depiction? Debased, realistic.
വാട്ട് ഇസ് എലവേറ്റഡ്? ബെറ്റർ ദാൻ ദേ ആർ അല്ലേ? better than ദെൻ better ഡി better ബേസ്ഡ് than ആണെങ്കിൽ they are. വേഴ്സ് ദാൻ ദേ ആർ. റിയലിസ്റ്റിക് ആണെങ്കിൽ Worse than they are. ആസ് ദേ ആർ. ഓക്കെ, അത് മറന്നു പോയത് കേട്ടോ. As they are. ആ, അപ്പോൾ അതിന് കുറച്ച് ഇത് പറയുന്നുണ്ട്, എക്സാമ്പിൾസിന് പെയിൻറ്റിങ് പറയുന്നുണ്ട്. അതിന് ബെറ്റർ ദാൻ ദേ ആർ എന്ന് പറയുന്ന പെയിൻറ്റിങ് ആരുടെ പെയിൻറ്റിങ് ആണ്? ബെറ്റർ ദാൻ ദേ ആർ ഡി ബേസ്ഡ്. Polyglottis. പോളിക് നോട്ടസ് ആണ് എലവേറ്റഡ് ഡെപ്പിക്ഷൻ പറയുന്നത്. വാട്ട് അബൌട്ട് ഡി ബേസ്ഡ് ഡെപ്പിക്ഷൻ? Person. പേഴ്സൺ. വാട്ട് ഈസ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ? റിയലിസ്റ്റിക് ആണെങ്കിലോ Danish. ഡാനിഷ് കേട്ടോ. Danish. മറന്നു പോകരുത്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The next one, he defines tragedy versus comedy. Comedy represents human flaws and absurdities of for humor. It exaggerates human imperfections, often leading to laughter. Tragedy നമുക്കറിയാം, key difference, comedy focus on humor and human imperfections, while tragedy highlights the human resilience and nobility even in the face of downfall. പിന്നെ ഇതിൻ്റെ ഇമിറ്റേഷൻ ഓഫ് സീരിയസ് ആക്ഷൻ, കത്താസിസ്, മോറൽ ഡയലമ, എപ്പിക് പോയട്രി, വേസ്റ്റ് ട്രാജഡി. ആ ട്രാജഡിൻ്റെ ഒരു ഡെഫിനേഷൻ പറയണല്ലോ നമ്മൾ. ഇമിറ്റേഷൻ ഓഫ് സീരിയസ് ആക്ഷൻ, ട്രാജഡി റെപ്രസെൻറ്റ് സിഗ്നിഫിക്കൻറ്റ് മോറലി വെയിലി ആക്ഷൻസ് ഓലോങ് വിത്ത് ലാസ്റ്റിംഗ് കോൺസിക്വൻസ്. ഒന്നും ഇത്ര ഇമ്പോർട്ടൻറ്റ്. കത്താസിസ് ഒക്കെ സാധനമല്ലേ? വാട്ട്സ് കത്താസിസ്? എന്താ കത്താസിസ്? Purgation of പെർഗേഷൻ ഓഫ് ഇമോഷൻ. അതിൻ്റെ മീനിങ് എന്താ? കത്താസിസ് അതിൻ്റെ മീനിങ് എന്താ? പെർഗേഷൻ ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതതിന് ഒരു വേറെ വേണം. പെർഗേഷൻ ഓഫ് ഇമോഷൻ എന്ന് cleansing of emotion. പറഞ്ഞത് Cleansing of cleansing. ക്ലെൻസിങ് ഒക്കെ അതിൽ വേറെ വേർഡുകളല്ല. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇപ്പം നിങ്ങൾക്കൊരു സംഭവം നമുക്ക് മനസ്സിലാവും, അത് പെർഗേഷൻ ഓഫ് ഇമോഷൻ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓഫ് ഇമോഷൻ മനസ്സിലാവും. പക്ഷെ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു സംഭവം, ഒരു കോൺസെപ്റ്റ് പിടുത്തം കിട്ടില്ല നമുക്ക്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാം നമ്മൾ. ഞാൻ ആ വീഡിയോ കറക്റ്റ് പറയുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ കണ്ടാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. Pity and fear. പിറ്റ് ആൻഡ് ഫിയർ ഉണ്ടാക്കണം. ഓക്കെ, ഈ പിറ്റ് ആൻഡ് ഫിയർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ മാക്ബത്ത് എന്ന് പറഞ്ഞ ഒരു ഡ്രാമ കാണുമ്പോൾ നമുക്കൊരു മാക്ബത്തിനോട് തോന്നുന്ന, അല്ലെങ്കിൽ മാക്ബത്ത് നമുക്ക് അവസാനമൊക്കെ എത്തുമ്പോൾ കുറച്ചൊരു നമുക്കൊരു ഇത് തോന്നില്ല, അയാളോട് ഒരു സഹതാപം തോന്നുമല്ലോ. കാരണം അയാളുടെ മാത്രം ഒരു ഇതുകൊണ്ട് സംഭവിച്ചതല്ല അല്ലേ? ലേഡി മാക്ബത്തിനൊരു ഇതും കൂടി വരുന്നുണ്ട് അതിൽ. അങ്ങനെ നമുക്കൊരു ഇതിനോടുള്ള ഒരു ഡ്രാമ അല്ലെങ്കിൽ ട്രാജഡി കണ്ട് കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറിനോടുള്ളൊരു ഇതുണ്ടാവും, നമുക്കൊരു പിറ്റി ഉണ്ടാവും. പിറ്റി പഠിച്ച പിറ്റി അനുകമ്പ അല്ലേ? നമുക്കൊരു ഇതുണ്ടാവും, സഹാനുഭൂതി സാധനം വരും നമ്മൾ ആ ക്യാരക്ടറിനോട്. വാട്ട് ഇസ് ഫിയർ ഇൻ ദ സെൻസ്? ഇൻ കഥാസ് വാട്ട് ഇസ് ഫിയർ? ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കും ആ ക്യാരക്ടറിന് സംഭവിച്ച സംഭവം നമുക്കും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ? അതാണെന്ത്? കഥാസിസ്, പിറ്റി ആൻഡ് ഫിയർ. അതായത് ആ ഒരു ഇമോഷൻ, ആ പെർഗേഷൻ ഓഫ് ഇമോഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ കഥാസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോണേ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ HSIക്ക് മാത്രമല്ല, ഭാവിയിൽ നിങ്ങളിപ്പോൾ ഒരു കൊളീജിയേറ്റ് കിട്ടി പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പറയാൻ പറ്റുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടേ കുട്ടികൾക്ക്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. ദെൻ എപ്പിക് പോയട്രി വേസ് ട്രാജഡി. പിന്നെ അതിൽ പറയുന്നുണ്ട് വാട്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. വാട്ട് ഇസ് സിമിലാരിറ്റി ബിറ്റ്വീൻ എപ്പിക് പോയട്രി ആൻഡ് വേസ് ട്രാജഡി? വാട്ട് സിമിലാരിറ്റി? സിമിലാരിറ്റി എന്താ? ഇമിറ്റേഷൻ ഓഫ് നോബിൾ ആക്ഷൻ, സീരിയസ് ആക്ഷൻ അല്ലേ? അത് മാത്രമേ ഉള്ളൂ എന്ത് ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താ ഡിഫറൻസുകളാണ്. വാട്ട് ഡിഫറൻസ്? മീറ്റർ ആൻഡ് ഫോം അല്ലേ? എപ്പിക് പോയട്രി ഈസ് ടിപ്പിക്കലി നെറേറ്റീവ് ആൻഡ് യൂസ് എക്സാം മീറ്റർ, വെൽ ട്രാജഡി ഈസ് ഡയലോഗ് ഡ്രിവൺ ആൻഡ് യൂസ് ഓഫ് വെറൈറ്റി ഓഫ് മീറ്റേഴ്സ് അല്ലേ? ആദ്യം എന്താണ്? എക്സാം മീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, എപ്പിക് പോയട്രി യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാജഡി മോസ്റ്റ്ലി ദിസ് യൂസസ് iambic മീറ്റർ. നെക്സ്റ്റ് വൺ ലെങ്ത് ആണെങ്കിലോ എപ്പിക് പോയട്രി സ്പാൻസ് ഓവർ എക്സ്റ്റെൻഡഡ് പീരീഡ്സ് അല്ലേ? 10-20 വർഷമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ദെൻ വാട്ട് അബൌട്ട് ട്രാജഡി? ട്രാജഡി സിംഗിൾ ഡേ ഓർ എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇവൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ട്രാജഡി അവിടെ തീരും അല്ലേ? ഒരു ദിവസം കൊണ്ട് തീരുന്ന ട്രാജഡി നമ്മൾ കളിക്കുള്ളൂ, അല്ല അപ്പോൾ അതിനപ്പുറത്ത് പോലും നമ്മൾ ട്രാജഡി കളിക്കലും. പെർഫോമൻസും സെയിം ഇതാണ്. ട്രാജഡി ഈസ് എ ഡ്രമാറ്റിക് ആർട്ട് ഫോം പെർഫോംഡ് വിത്ത് ആക്ടേഴ്സ് ആൻഡ് കോറസ്, വെയറാസ് എപ്പിക് പോയട്രി ഈസ് ജനറലി recited. Epic poetry നമ്മൾ റിസൈറ്റ് സാധനമാണ്. we don't need to perform in stage. Then constituent parts, common elements, both tragedy and epic poetry include plot, character and theme, but tragedy integrates dramatic performance. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് മറന്നു പോയത് കേട്ടോ. അതായത് കോമൺ എലമെൻറ്റ്സ് വരുന്നത് എന്തിനാണ്? ട്രാജഡിയിലും കോമഡിയിലും കൂടെ. ബോത്ത് ട്രാജഡി ആൻഡ് എപ്പിക് പോയട്രി, കോമഡി ബോത്ത് ട്രാജഡി ആൻഡ് എപ്പിക് പോയട്രി ഇൻക്ലൂഡ് പ്ലോട്ട് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും ആൻഡ് തീമും ഉണ്ടാവും. അത് രണ്ടിലും കോമൺ ആണ് അല്ലേ? യുണീക്ക് ടു ട്രാജഡി എന്താണ്? പെർഫോമൻസ് ആസ്പെക്ട്.
ആസ്പെക്ട് വിത്ത് ആക്ടേഴ്സ് ആൻഡ് കോറസസ് ഡിസ്റ്റിംഗ്വിഷ് ട്രാജഡി ഫ്രം എപ്പിക് പോയട്രി. എന്താണ് പെർഫോമൻസ് വരുന്നുണ്ട് ട്രാജഡിയിലും കോമഡിയിലും ഡിഫറൻസ് ആയിട്ടില്ല. വേറൊന്നും അതിലെന്തില്ല ഡിഫറൻസ് വരുന്നില്ല. ഡെവലപ്മെൻറ്റ് ഓഫ് കോമഡി. കോമഡി റൂട്ട്സ് എവിടെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? എവിടെയാ വേർഡ് കോമഡി ഇവോൾവ് വേർഡ്സ് ഒറിജിനേറ്റഡ് ഒരുപാട് സ്ഥലം പറയുന്നുണ്ട് അല്ലേ? സിസിലിയിൽ നിന്നാണ് ഈ സാധനം മെഗാരസ് ആണ് ആദ്യം പറയുന്നത്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഹി സേസ് ദാറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി സിസിലി അല്ലേ? ഈ കോമഡി എന്ന് പറഞ്ഞ സാധനത്തിന് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്താരാ? ഹു ഇംപ്രവൈസ്ഡ് ഓർ ഹു റിവൈസ്ഡ് കോമഡി ആരാ? ക്രേറ്റ് ആണ് കേട്ടോ. ക്രേറ്റ്സ് ഹീസ് ആൻ അത്തേനിയൻ റൈറ്റർ. ക്രേറ്റ്സ് ആണ് കേട്ടോ. ഹീസ് ആൻ അത്തേനിയൻ റൈറ്റർ. ഹീസ് ആൻ അത്തേനിയൻ റൈറ്റർ. Then evolution. Over time, comedy became more structured, particularly through poets like Crates who helped refine comedy plots and structure. പിന്നെ ഈ കോമഡിയുടെ ഒരു ഒറിജിനൽ എവിടെ നിന്നായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഫോം ആയിരുന്നോ കോമഡി? ആയിരുന്നോ? അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് കോൾഡ് ഫാലിക് സോങ് അല്ലേ? അത് ഫസ്റ്റ് ഓൾ എന്താ അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫാലിക് സോങ്. വാട്ട് അബൌട്ട് ട്രാജഡി? ട്രാജഡിയിൽ dithyrambic poetry ആയിരുന്നു ഫസ്റ്റ്. ദെൻ dithyrambic ഫസ്റ്റ്, ദെൻ ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് ആസ് എ ട്രാജഡി. ദെൻ നെക്സ്റ്റ് വൺ ലോവർ ടൈപ്സ്. ഒന്നും പറഞ്ഞ സമയം രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. ദെൻ പാർട്സ് ഓഫ് ട്രാജഡി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ ആൾ കൊടുത്ത പേര് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. മിത്തോസ്, ഇത്തോസ്, ഡൈനിയ, ലെക്സിസ്, മെലോസിസ്, ഒപ്സിസ്. അതും ഒക്കെ ഓർമ്മ വേണേ. നെക്സ്റ്റ് വൺ പ്ലോട്ട് എന്തായിരുന്നു മിത്തോസിലെ? സെൻട്രൽ ടു ട്രാജഡി ഇറ്റ് ഓർഗനൈസസ് ഇൻസിഡൻസ് ടു ഇവോക്ക് പിറ്റി ആൻഡ് ഫിയർ. ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഹു കംസ് ഫസ്റ്റ്? പ്ലോട്ട്. സെക്കൻഡ് ആരാ? ക്യാരക്ടർ. മറന്നു പോയത് കേട്ടോ. What's character must report the plot through moral integrity and realistic portrayals. Though Dania was Dania, the reasoning behind characters' actions revealed through dialogues and actions. Then diction, Lexis ആണെങ്കിലോ reflects the characters' moral and intellectual qualities through ലാംഗ്വേജ്. ഡിക്ഷൻ ലാംഗ്വേജ് സംഭവമാണ് ലക്ഷ്യം പ്രതിപാദിക്കുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ പേര് മറന്നു പോയത് കേട്ടോ. പ്ലോട്ട്, മിത്തോസ്, ക്യാരക്ടർ, ഇത്തോസ്, തോട്, ഡൈനിയ, ഡിക്ഷൻ, ലെക്സിസ്, മെലോഡി, മെലോസ്, സ്പെക്ടക്കിൾ, ഒപ്സിസ് ഒക്കെ മറക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ കുറച്ച് ഇതുണ്ട്. നമ്മുടെ എന്ത് ഉപയോഗിക്കും? എന്താ പറയാം? ഈ എന്തോ ഒരു വേർഡ് പറയല്ലേ നമ്മൾ പഠിക്കാൻ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താ പറയുക? എന്തോ ഒരു വേർഡ് പറയല്ലോ, മറന്നുമല്ലോ. ഒരു ഷോർട്ട് ടേം എക്സാമ്പിൾ. ഇപ്പോൾ ലാസ്റ്റ് സ്പെക്ടക്കിൾ പഠിക്കണം. എന്ത് ചെയ്യും? ഒപ്സിസ്. സ്പെക്ടക്കിൾ വളരെ സ്പെക്ടക്കിൾ ഒരു മീനിങ് എന്താ? നമ്മൾ സ്പെക്സ് എന്താ വിളിക്കും? നമ്മൾ സ്പെക്സ് എന്ന് വിളിക്കുന്നതിനാ വിഷ്വൽ എലമെന്റ്സ് അല്ലേ? അപ്പോൾ ഒപ്സിസ്, ഒപ്റ്റോമെട്രി കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാൻ പറ്റും ചില സാധനങ്ങൾ. ഞാൻ കണ്ടിട്ട് അങ്ങനെ പഠിച്ച സമയത്ത് കേട്ടോ. ദെൻ മെലോഡി, മെലോസ് രണ്ടിലും വരുന്ന മീമി. നെക്സ്റ്റ് ഡിക്ഷൻ, ലെക്സിസ്. ഡിക്ഷൻ എന്ന് പറയുമ്പോൾ എഴുതുന്ന സാധനമല്ലേ? ലെക്സിസ്, ലെക്സിപ്പേന. ഞാൻ കണ്ടത് ഇങ്ങനെ ആയിരുന്നു. അല്ലാതെ നമുക്കിതൊന്നും ഓർത്തൊക്കെ ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് ഇതെല്ലാം കൂടി പഠിച്ചു വെച്ചാൽ പോകാം. നമുക്ക് ആകെ ഒരു ചെറിയ കുഞ്ഞു സ്ഥലമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൂടി കയറ്റി വെക്കുമ്പോൾ ആകെ നമുക്ക് പ്രാന്താവും. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്രിട്ടിക്കൽ ടെക്സ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് സാധനം ഓർമ്മയിലുണ്ടാവും. അല്ലാണ്ട് ഇതെല്ലാം കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് വണ്ടിയിൽ കയറില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നല്ലത് ഒരു കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുക ഓരോ സാധനങ്ങൾ തമ്മിൽ. ഇപ്പോൾ ഇയർ ഓഫ് ബർത്ത് ആയിക്കോട്ടെ, എല്ലാം ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക. ബാക്കി റിവൈസും ചെയ്യുക. തോട്ട്, ഡൈനിയ, ക്യാരക്ടർ, ഇത്തോസ്. മിത്തോസും വലിയ പ്രശ്നമില്ല. മിത്തോസ്, പ്ലോട്ട്, ഇത്തോസ്, ക്യാരക്ടർ. ഒപ്സിസും കറക്റ്റ് അല്ലേ? ക്ലിയർ ആയില്ലേ? ഡിക്ഷൻ, ലെക്സിസ്, അത് മറക്കരുത്. നെക്സ്റ്റ് വൺ മെലോഡി എന്താണ്? മെലോസ്. മെലോഡി, മെലോസ്. ദെൻ അതിലിപ്പോൾ ആകെ ഓർമ്മ നിൽക്കാത്ത തോട്ട് മാത്രമേ ഉള്ളൂ, ഡയണിയ. ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. വാട്സ് പ്ലോട്ട് എന്തായിരുന്നു? മിത്തോസ്. ക്യാരക്ടർ ഇത്തോസ്. തോട്ട് ഡയണിയ. ദെൻ ഡിക്ഷൻ ലെക്സിസ്. ദെൻ മെലഡി മെലോസ്. സ്പെക്ടക്കിള് ഒപ്സിസ്. ഓക്കെ, മറന്നു പോയത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ നമ്പർ 1 to 5 വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. ഇതിനപ്പുറത്തേക്ക് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ലാതെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അതിൽ അത്ര അത്യാവശ്യം കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെങ്കിലും പഠിച്ചിട്ട് പോകണം. ഇതെങ്കിലും പഠിച്ചു പോകാൻ ഇത്രയെങ്കിലും നോക്കിയിട്ട് പോകണം. ഇതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യുന്ന സംഭവങ്ങളാണ്.
ക്ലിയർ അല്ലേ? ഏറ്റവും നല്ലത് മറ്റേ ക്ലാസ് കാണാൻ നോട്ട് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വേറെ എന്തെങ്കിലും പേന കൊണ്ടോ വേറെ ഒരു ഇങ്ക് കൊണ്ടോ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഓർമ്മയിൽ നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ നാളത്തെ പ്ലാനിങ് എന്താ പറയൂ? ക്ലാസ് അപ്ലോഡ് കാണുമോ? ക്ലാസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 6 to 9 ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 6 മാക്സിമം 10 വരെ അപ്ലോഡ് ചെയ്യും. നമുക്ക് 2-3 ദിവസം കൂടി സാധനം തീർക്കണം. ഇതിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് തീർക്കാൻ ബാക്കി കിടക്കുന്നുണ്ട് അപ്പുറത്ത്. നമുക്ക് തീർക്കും വേണ്ടേ? അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ പറ്റുകയാണെന്ന് വെച്ചാൽ എൻ്റെ ആ പോസ്റ്റ് ഡോവർ ബീച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കയറാം. അത് പുതിയ ബാച്ചിനുള്ള ക്ലാസ് അല്ലേ, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറാം. ഓക്കെ. അതേപോലെ പറ്റുവെച്ചാൽ എൻ്റെ സ്റ്റാറ്റസ് ഒന്നും എല്ലാവരും പോസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് വെക്കുക. കാരണം നമുക്ക് നല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ നേരിടുന്നുണ്ട്. കാരണം എല്ലാത്തും നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് നമുക്ക് MCQ ഉണ്ടാക്കാൻ, നോട്ട്സ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്ത് നമുക്ക് വേറെ ബാച്ച് തുടങ്ങിയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ടാണ് വേറെ ബാച്ച് തുടങ്ങാൻ പ്ലാനിങ്ങിൽ എത്തിയത്. അപ്പോൾ പറ്റുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കുക, ബുദ്ധിമുട്ടില്ലാത്തവരും സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് നമുക്ക് 2 അഡ്മിഷൻ വന്നു. ഇപ്പോൾ പുതുതായിട്ട് ഷിഫാൻ എന്ന് പറഞ്ഞ കുട്ടി അഡ്മിഷൻ വെച്ചുകൊണ്ട് 1-2 അഡ്മിഷൻ വരുന്നുണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാം അറിയും. നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നെല്ലാം അറിയും. പറ്റുന്നവർ സ്റ്റാറ്റസ് വെക്കുക കേട്ടോ. അപ്പോൾ അത്ര എന്താ ക്ലാസ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 6 to 10 or 6 to 12 നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു എന്തും ഉണ്ടാവും, നിങ്ങൾക്ക് ഡിസ്കഷൻ സെക്ഷനും ഉണ്ടാവും കേട്ടോ. അതാ കുറച്ച് നല്ലത് എനിക്ക് തോന്നുക. മറ്റേത് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കും ടൈം വേസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ടൈം വേസ്റ്റ് കാണാം. അതിൽ കുറച്ച് നല്ലത് എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളി. അത് നമുക്ക് ഇങ്ങനെ ലൈവ് ക്ലാസ് തന്നെ മതിയോ? ഇങ്ങനെ പോരാ? അതിൽ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി അങ്ങോട്ട് വലിയ ടെക്സ്റ്റുകൾ. അപ്പോൾ ഡ്രാമ ഒക്കെ അങ്ങനെ തന്നെ കാര്യം ചെയ്യുന്നത് ഞാൻ കേട്ടോ. അതായത് ഡ്രാമ ഓരോ ആക്ട് വൈസ് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് ക്ലാസ് വിട്ടുതരും. എന്നിട്ട് ആ ഡ്രാമയിലുള്ള ആ ആക്ടിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സിൽ മാത്രം എന്ത് ചെയ്യും, ഒരു ലൈവ് ക്ലാസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടൈമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വീഡിയോസ് കാണുകയും ചെയ്യാം. എന്നാലോ ആ ഇമ്പോർട്ടൻറ്റ് സെഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോയിൻറ്റ്സ് കിട്ടുകയും ചെയ്യും. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് മാത്രം കാണാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പോയിൻ്റ് പോലും മിസ്സാവാണ്ടിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ക്ലാസ് കാണണം. ഇപ്പോൾ ഇത് ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അറിയോ? നിങ്ങൾ ആ ഡീറ്റെയിൽ ക്ലാസ് കണ്ടുകൊണ്ടാണ് അല്ലേ? ഏറെക്കുറെ അങ്ങനെ തോന്നുന്നില്ലേ? നിങ്ങൾ ആ ക്ലാസ് കണ്ടുകൊണ്ട് കുറച്ചും കൂടി മനസ്സിലാവുന്നത് പറയുന്ന കാര്യങ്ങൾ. ആ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ അവിടെയും ഇവിടെയും ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ അത് കണക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ വായിച്ച് ക്ലാസ് കണ്ടു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുറച്ചും കൂടി. അപ്പോൾ ഈ മെത്തേഡിൽ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നാം. അങ്ങനെ തന്നെ പോകല്ലേ? അങ്ങനെ തന്നെ പോയാൽ പോരാ? അങ്ങനെ പോയാൽ മതി. ആ, ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ് ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ലൈവ് ക്ലാസ്സിൽ വെക്കുന്നത് എന്തായിരിക്കും, ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത് വരുന്ന പോർഷൻ മാക്ബത്താണ്. മാക്ബത്തിന് എങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ മാക്ബത്തിൻ്റെ പോർഷൻസ് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും, സാധനങ്ങൾ അപ്ലോഡ് ചെയ്യും. പോയട്രി ലൈവ് ആയിരിക്കും. പോയട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് വിടില്ല. അതായത് ടെക്സ്റ്റ് വലിയ ടെക്സ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ മാക്ബത്ത്, ഡോൾസ് ഹൗസ്, ഇങ്ങനെ നമ്മുടെ ഇനി അടുത്തൊരു പോർഷൻ വരുന്നത് സ്റ്റഡി ഓഫ് പോയട്രി, അതുപോലെ ബാഗ് ഓഫ് ലിറ്റർ. ഇതൊക്കെ വലിയ വലിയ ടെക്സ്റ്റുകളാണ്. അതൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിലെടുത്ത് തീർക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു 4-5 പാർട്ടായി തിരിച്ചിട്ട് അതെന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. പക്ഷേ പെൻഡ്രൈവ് വരുത്തിയിട്ടാണ് കേട്ടോ. പെൻഡ്രൈവ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കാണാൻ സമയം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഓടി എത്തൂല്ല. അപ്പോൾ കിട്ടുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കണ്ടിട്ട് ആ സാധനങ്ങൾ കണ്ട് നോട്ട്സ് എഴുതണം. പിന്നെ എൻ്റെ നോട്ട്സിന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്. എൻ്റെ നോട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് കിട്ടൂല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ നോട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. ആരും നിരുത്സാഹപ്പെടുത്തല്ല കേട്ടോ. നിങ്ങൾ സ്വയം നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചാലേ കാര്യമുള്ളൂ. എൻ്റെ ക്ലാസ് നോട്ട് ചെയ്താണെങ്കിൽ നോട്ട് ചെയ്താൽ, അല്ല എൻ്റെ ക്ലാസ് മനസ്സിലാക്കി എടുക്കാം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഉണ്ടാക്കാൻ നോട്ട്സ് ആണെങ്കിൽ ഞാൻ സ്വന്തം ഉണ്ടാക്കുന്ന നോട്ട്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വന്തം നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ ബാക്കി മിക്കവാറും മറ്റന്നാൾ ക്ലാസ് വരും കേട്ടോ. മറ്റന്നാളോ അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റന്നാൾ ക്ലാസ് ഉണ്ടാവും. ഏത് 6 to 10 or 6 to 12 മാക്സിമം കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലാസ് കിട്ടുന്ന സമയം കിട്ടുന്നതിനനുസരിച്ച് ക്ലാസ് കാണാം, നോട്ട്സ് എഴുതിണ്ടാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം.
Okay, proceed.